എന്താ പെങ്ങളെ പ്രശ്നം? എന്താ ഇവിടെ ഉണ്ടായേ? ഈ കുട്ടികളെന്നോടെല്ലാം പറഞ്ഞു. കനകം കുറെ കാര്യങ്ങൾ പറഞ്ഞു, തങ്കം കുറെ സങ്കടം പറഞ്ഞു. ഒന്നുമില്ലാണ്ട് അവരെന്നെ വിളിച്ചു വരുത്തി ഇതൊക്കെ പറയോ? എന്താ ഉണ്ടായേ? എന്റെ പൊന്നഴകേശ, നീ ഉദ്ദേശിച്ച ഒന്നും ഇവിടെ ഉണ്ടായില്ല. ഒന്നും ഉണ്ടായില്ല? ഇല്ല. എന്റെ ചേച്ചി, നീ ആ കുട്ടികളുടെ മുഖത്തേക്ക് ഒന്ന് നോക്കി. ഒന്നുമില്ലാത്ത പോലെയാണ് ഇരിക്കുന്നത്. അവരുടെ വിഷമം കണ്ടില്ലേ? ഈ കുട്ടികൾ വിഷമിച്ചു കഴിഞ്ഞാൽ ചേച്ചിക്ക് അത് സഹിക്കാൻ പറ്റുമോ? ചേച്ചിക്ക് വിഷമം വന്നാൽ എനിക്ക് സഹിക്കാൻ പറ്റുമോ? ഈ വയസ്സുകാലത്ത് എന്തിനാ അവരെ വിഷമിപ്പിക്കണേ? അവരെന്താ ചോദിക്കണെച്ചാൽ അതിനുള്ള ഉത്തരം അങ്ങോട്ട് പറഞ്ഞൂടെ? എടാ, അവർക്ക് എന്നും വിഷമങ്ങളേ ഉള്ളു. ഇനി എന്ത് കൊടുത്താലും അവർക്ക് മതി വരത്തില്ല. എടാ, എനിക്ക് കിട്ടുന്ന പെൻഷൻ കാശ് 2000 രൂപ എടുത്തിട്ട് ഞാൻ അവർക്ക് വീതിച്ചു കൊടുത്തില്ല. ഇനി ഞാൻ എന്താ വേണം? ഒന്ന് നിർത്ത്. എപ്പ വന്ന് എന്ത് ചോദിച്ചാലും ഭർത്താവിന്റെ 12,000 റുപ്യ പെൻഷൻ. ഈ ഭർത്താവ് ആരാ? ആ കുട്ടികളുടെ അച്ഛനല്ലേ? അവർക്ക് അതിൽ അവകാശമില്ലേ? ഓ എടാ, അവർക്ക് അവകാശപ്പെട്ടതൊക്കെ ഞാൻ കൊടുത്തു. ഈ ഒരു കാര്യം ഞാൻ എന്താണെന്ന് അവരോട് പറയത്തില്ല. അത്രേ ഉള്ളൂ. എന്റെ ചേച്ചി, അവര് ചേച്ചി പറഞ്ഞ ഏത് കാര്യങ്ങളാണ് നടത്താതിരുന്നിട്ടുള്ളത്? ഇപ്പൊ തങ്ക ഒരു അവിവേകം കാണിച്ചു, അവന്റെ കൂടെ ഓടിപ്പോയി. ചേച്ചി നിർബന്ധിച്ച് വീട്ടിൽ കയറ്റണമെന്ന് പറഞ്ഞപ്പോ കനകൻ അതിന് സമ്മതിച്ചില്ലേ? ഏത് കാര്യമാണ് അവർ ഇതുവരെ ചെയ്യാതിരുന്നിട്ടുള്ളത്? അങ്ങനെ ചേച്ചി പറയണതൊക്കെ അവര് ചെയ്യുമ്പോ അവരാവശ്യപ്പെടുന്നത് ചേച്ചിക്ക് അങ്ങ് പറഞ്ഞാ എല്ലാ കാര്യവും ഞാൻ സാധിച്ചു കൊടുക്കാം. പക്ഷെ ഈ ഒരു കാര്യം ഞാൻ പറയത്തില്ല. അമ്മാവ, ഞങ്ങൾ ഇത്രയേ ചോദിച്ചിട്ടുള്ളൂ. ഈ താക്കോലും തെരഞ്ഞിങ്ങനെ നടക്കാണ് വീടിന്റെ ചുറ്റോറും. അമ്മ, എന്താണ് ഈ തെരയണത്? എന്താ നിങ്ങളതൊന്ന് പറയും? ഇത് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് പറയാൻ അമ്മയ്ക്ക് എന്തിനാണ് ഈ വാശി? അമ്മ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഞങ്ങൾക്കൊരു സംശയം ഉണ്ടെങ്കിൽ അത് അങ്ങനെയൊന്നും ഇല്ലടാ, അത് ഇന്ന മാതിരിയുള്ളൂ, ഇതാണ് സംഭവം എന്ന് പറയണ്ടേ? വയസ്സായില്ലേ? ഇപ്പൊ താക്കോലി ഇവിടെ പോയി പുറത്തേക്ക് എങ്ങനെ ഇറങ്ങി പോകുമ്പോഴാ പോയെങ്കിലോ? ആ പെട്ടിയെ കുറിച്ച് ഇവരാരും അറിഞ്ഞില്ലെങ്കിലോ? ആ സ്വത്ത് നാശായി പോവില്ലേ? എന്ത് പറഞ്ഞാലും ഈ ഒരു കാര്യം ഞാൻ പറയത്തില്ല. അമ്മ പറയണ്ട. പറയണത് വെറുതെ അല്ല അമ്മ. ഈ എങ്ങാണ്ട് അതിലിരിക്കുന്ന സാധനം ഇവിടുന്ന് മോഷണം പോയാ എല്ലാരും കൂടെ എന്നെ സംശയിക്കും. അതുകൊണ്ട് എന്റെ അടുത്തെങ്കിലും പറയാമ്മ എന്താണെന്ന്. അല്ലാതെ പിന്നെ ആരെ സംശയിക്കും? മോഷണം പോണെങ്കിൽ പോട്ട്. എന്റെ അമ്മ, ഞങ്ങൾക്ക് അത് വേണ്ട, സത്യമായിട്ടും വേണ്ട. അത് എന്താണെന്നൊന്ന് അറിയാൻ വേണ്ടിട്ടാ. പിറ്റകാലം കൊടുക്ക അവരെടുക്ക എന്താ ആയിക്കോട്ടെ, അതെന്താണെന്നൊന്ന് അറിയാനല്ലേ. അതിന് നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ ആ കാര്യം പറയത്തില്ല. അല്ല, അങ്ങനെ പറയുമ്പോ ഇപ്പൊ എനിക്ക് തന്നെ ഒരു ആഗ്രഹം അത് കാണാനുള്ളത്. ഞാനെന്നെ ഇങ്ങനെ ആഗ്രഹിക്കുമ്പോ അപ്പൊ കുട്ടികൾക്ക് എത്രമാത്രം ആഗ്രഹം ഉണ്ടാവും? അവര് ആഗ്രഹിച്ചോണ്ടിരുന്ന നീയും ആഗ്രഹിച്ചോ? അല്ല, നമ്മുടെ അമ്മ മരിക്കുമ്പോ അമ്മയുടെ കയ്യിൽ ഒരു പെട്ടി ഉണ്ടായിരുന്നില്ലേ? അത് ചേച്ചിയല്ലേ കൊണ്ടുവന്ന്? അതന്നെ. അപ്പൊ ഈ താക്കോൽ ഇനി ആ പെട്ടിയുടെ എങ്ങനെയാവോ? അങ്ങനെയാണെങ്കിൽ ആ പെട്ടിക്കകത്ത് എന്താണെന്ന് എനിക്കും കൂടി അറിയാൻ അവകാശം. നീ എന്നെ ചോദ്യം ചെയ്യാനും അവകാശം ചോദിക്കാനും വന്നതാണാ? അല്ല ചേച്ചി, ഞാൻ അവകാശം ചോദിക്കാനൊന്നും വന്നതല്ല. ഇത് എന്നെ അറിയാത്ത പോലെ പറയുന്നു. എനിക്ക് ആർക്ക് വേണ്ടി അവകാശം ചോദിക്കുന്നത്? എനിക്കുള്ളതെല്ലാം എന്റെ മക്കൾക്ക് വേണ്ടിയിട്ടില്ലേ, എന്റെ ചേച്ചിക്ക് വേണ്ടിയിട്ടില്ലേ? അത് മാത്രം പറയരുത്. എന്തൊരാവശ്യം ഉണ്ടെങ്കിലും ഞാൻ വരും, ചോദിക്കും, എല്ലാവരും ഇടപെടും. അപ്പൊ എന്നെ അങ്ങനെ കാണരുത്. അമ്മാവാ, ഇതെന്തായാലും ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം. അമ്മാവൻ ചോദിച്ചതിന് മറുപടി പറയാനേ ഞാൻ മറുപടി പറഞ്ഞോണ്ടിരിക്കുകയാണ്. ഈ കാര്യം ഞാൻ പറയത്തില്ല എന്ന് പറഞ്ഞ് ഞാൻ പറയത്തില്ല. അമ്മയുടെ വാശിയാ, മനഃപൂർവ്വം വാശി തന്നെ ആയിക്കോട്ടെ. അങ്ങനെ മനഃപൂർവ്വം വാശി ഉണ്ടാകാൻ പാടില്ലമ്മ. അങ്ങനെ ഒരു സ്വകാര്യമെങ്കിലും എനിക്ക് വേണമല്ലോ സൂക്ഷിച്ചു വയ്ക്കാൻ. എന്തിനാ? ഞങ്ങൾക്ക് അങ്ങനെ സ്വകാര്യം ഇല്ലല്ലോ. ചേച്ചി, ഈ കാര്യത്തിൽ എനിക്ക് ചേച്ചിയുടെ കൂടെ നിൽക്കാൻ പറ്റിയെന്ന് വരില്ല. ഞാൻ എന്റെ പിള്ളേരുടെ കൂടെ നിൽക്കുന്നു. അങ്ങനെ ഒരു സാധനം ഇവിടെ രഹസ്യമായിട്ട് വെക്കാൻ പറ്റില്ല. അത് എന്താന്ന് അറിയാം. ഒരു പ്രാവശ്യത്തേക്ക് പറയാമോ? എന്താണ് ഒരു പ്രാവശ്യത്തേക്ക്? അത് തന്നെ അമ്മ, നമ്മളെല്ലാവരും ഈ വീട്ടിൽ താമസിക്കണല്ലേ. ഒരേ ഒരു കാര്യം നിങ്ങൾ എനിക്ക് സൂക്ഷിച്ചു വെക്കാൻ അങ്ങനെ പറ്റില്ല അമ്മ. അത് പറയണം അമ്മ. അത് പറഞ്ഞേ പറയാമ്മ. പിള്ളേർ ഇത്രയും നിർബന്ധിക്കുമ്പോ അത് പറയേ. ഇവിടെ അവരുടെ കൂടെ ജീവിക്കണ്ടല്ലേ? അമ്മ ഒന്ന് പറഞ്ഞാലെങ്കിലും ഒന്ന് പറയാൻ പാടില്ല അമ്മേ. അമ്മേ, നമ്മളിവിടെ ഒരു വീട് താമസിക്കല്ലേ, അപ്പൊ എന്തിനാണ് ഇങ്ങനെ സ്വകാര്യം? ഞാൻ അമ്മ സ്വന്തം അമ്മയെ പോലെയല്ലേ നോക്കുന്നേ. ഇതിനൊക്കെ എതിര് നിൽക്കുമ്പോഴും ഞാൻ അമ്മയുടെ കൂടെ നിൽക്കാറില്ലേ? അപ്പൊ അമ്മയ്ക്ക് എന്നോട് ഒരു സ്നേഹമില്ല. ഇത്ര നേരം അമ്മ ചോദിച്ചു കഴിഞ്ഞിട്ട് അമ്മക്ക് അത് പറഞ്ഞാൽ എന്താ കുഴപ്പം? ഞാൻ ചോദിച്ചാൽ ഉത്തരം പറഞ്ഞില്ലെങ്കിൽ പിള്ളേർക്ക് അമ്മാമനോടുള്ള വില ഇല്ലാണ്ടാവും. അമ്മേ, ഈ കാര്യം അമ്മ ഞങ്ങളോട് പറഞ്ഞില്ലെങ്കിൽ ഇങ്ങനെ ഒരു മോളില്ലാന്ന് അമ്മ വിചാരിച്ചു. ഞാൻ എന്നെ കുറച്ചുകൂടി വീട്ടിൽ നിന്ന് ഇറങ്ങി പോകും. അത് പറഞ്ഞാലെന്താ കുഴപ്പം? ഞങ്ങൾ പറ. ഞാൻ ഒരിക്കലും ഇനി വീട്ടിൽ കയറില്ല. ചേച്ചി ഒറ്റപ്പെടില്ല. എടാ, നിനക്കറിയാമോ, എന്റെ ഹവീൽദാരി മരിച്ചതിന് ശേഷം അച്ഛനില്ലാത്ത ദുഃഖം അവരെ അറിയിക്കരുതെന്ന് കരുതി പൊന്നെ പോറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ വളർത്തിയെടുത്തത്. അവരുടെ എന്താഗ്രഹമുണ്ട് ഞാൻ സാധിച്ചു കൊടുക്കാത്തത്? ഈ ഒരാഗ്രഹം. മക്കളെ, നിങ്ങളുടെ വായിൽ തന്നെ ഞാൻ ഇതൊക്കെ കേൾക്കണം. നിങ്ങൾക്ക് തൃപ്തിയായില്ല? നിങ്ങളെ 4 പേരും കൂടെ എന്നെ ഇങ്ങനെ തേജോവധം ചെയ്യുന്നത് എന്തിനാണ്? ശരി, ഏത് മനുഷ്യനും അവരുടെ ജീവിതത്തിൽ ഒരു സ്വകാര്യം കാണും. അതിനെനിക്ക് വേണ്ടെന്നാണ് നിങ്ങൾ പറയുന്നതല്ലേ? ശരി, കാണിച്ചില്ല. എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ അറിയിച്ചു തരാം. ആരും ഇവിടെ നിന്ന് പോവരുത്. എല്ലാരും ഇവിടെ തന്നെ ഉണ്ടായിരിക്കണം. ഞാൻ കൊണ്ടുതരാം. എന്താണെന്ന് വെച്ചാൽ നിങ്ങളെല്ലാം കൂടെ വീതിച്ചെടുത്തോ. എനിക്ക് വേണ്ട.
അതെ അമ്മാവ, നിങ്ങൾ രാജകുടുംബത്തിലെയാണെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്, അത് ശരിയാണോ അമ്മാവ? അല്ല, ഒരുപാട് കൃഷിയൊക്കെ ഉണ്ടായിരുന്നു, ജമ്മിമാരായിരുന്നു അന്നത്തെ കാലത്ത് അച്ഛനമ്മയൊക്കെ. എനിക്കറിയാലോ, എനിക്കൊരു വീടും കൂടി ഇല്ല അമ്മാവ. അതിന്ന് കിട്ടണ വീതത്തിൽ നിന്ന് എനിക്കും കൂടി തന്നിട്ടുണ്ടെങ്കിൽ എനിക്കൊരു 4 സെന്റ് സ്ഥലം മേടിക്കാൻ പാടില്ലേ? തങ്കത്തിന് എന്റെ അമ്മയുടെ ഒരു പെട്ടി ഉണ്ടായിരുന്നു, അത് ഊസത്തായിട്ട് എനിക്ക് തരാന്നാണ് അമ്മ വിചാരിച്ചിരുന്നത്. പക്ഷേ പെങ്ങളത് അമ്മ മരിച്ചപ്പോ ഇങ്ങോട്ട് അടിച്ചോണ്ട് പോന്നു. അതിന്റെ ആണ് ചാവിയെങ്കിൽ അതിന് പൂർവികമായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എനിക്കും ചേച്ചിക്കും തുല്യമായിട്ട് വീതിച്ചെടുക്കാവുന്നതാണ്. അപ്പൊ അത് തങ്കത്തിന് തരൂലേ? ഞങ്ങൾക്ക് ഒരു പെൺകുട്ടിയാണ്. വേണ്ട വേണ്ട, ആരും തുറക്കണ്ട. അവനല്ലേ പെട്ടി തുറപ്പിക്കാൻ വന്നത്, അവൻ തന്നെ തുറക്കട്ടെ. എന്നാ ചാവി. നിങ്ങൾ കൈയെടുക്കേ, ചേച്ചി എന്നോടല്ലേ തുറക്കാൻ പറഞ്ഞു, ഞാൻ തുറക്കാം. എനിക്ക് വേണ്ട, എന്തിനാ ഞാൻ തുറക്കാം, വിട്ടേക്ക്. ഞാൻ തുറക്കും. അയ്യോ താക്കോൽ അവിടെ അല്ല അമ്മാവ. എനിക്കറിയാം. അത് മതി മതി, വിട്. ഞാൻ കൈയെടുക്ക്, മറ്റേ കൈയെല്ലാരും മാറ്റിയാലും ഞാൻ തുറക്കൂട്ടോ. കൈ രണ്ടുപേരും കൈ മാറ്റി. അത് ഞാൻ തരാം. ഇത് ഞാന് ഹബീൽദാരും കൂടെ കല്യാണം കഴിഞ്ഞ ശേഷം ആദ്യമായിട്ട് എടുത്ത ഫോട്ടോയാണ്. ഇത് അദ്ദേഹം ജോലിക്ക് പോയിട്ട് ശേഷം എനിക്ക് അയച്ച കത്താണ്. നിങ്ങൾക്കിത് നിസാരമാണ്, പക്ഷെ എനിക്കിത് ജീവനാടാ, എനിക്കിത് ജീവനാണ്. നിങ്ങൾ എന്ത് കാണിക്കുമ്പോഴും എനിക്ക് ആത്മഹത്യ ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ട്. ആവശ്യമില്ലാതെ എന്നെ ഇട്ട് വിഷമിപ്പിക്കുമ്പോഴും ഞാൻ പല പ്രാവശ്യം ഞാൻ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ എനിക്ക് ജീവിക്കാനൊരു ധൈര്യം തന്നത് ഈ ഫോട്ടോ, ഈ എഴുത്തുമാണ്. പിന്നെ എനിക്ക് നിന്നോട് സ്നേഹമില്ല അല്ലേടി? സ്നേഹമില്ലാഞ്ഞിട്ടാണോ നീ ഈ വേണ്ടാതീനം കാണിച്ചപ്പോ നിന്നെ ഞാൻ ഇവിടെ കയറ്റി താമസിപ്പിച്ചത്? എടി, സ്നേഹം കൂടുതൽ കൊണ്ടാണ്, ഒരമ്മമാരും ചെയ്യാത്തതാണത്. എനിക്ക് നിങ്ങളെ എപ്പോഴും കാണാൻ വേണ്ടി നിങ്ങളെന്റെ കണ്ണും കരളുമായിരുന്നു. നിങ്ങൾ തന്നെ എന്നോട് ഇങ്ങനെ പറയണം, കേട്ടാ? കേൾക്കുന്നുണ്ടാ നമ്മുടെ മക്കള് പറയുന്നതൊക്കെ? അങ്ങനെയാണ്, അങ്ങനെയാണ്. Alien versus Alien.